ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്ലെൻഡറിൽ എങ്ങനെയാണ് ഈ സോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിൽ ലെറ്റേഴ്സ് എൻഗ്രേഡ് ആയിട്ടുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ബേസിക് വീഡിയോസ് കണ്ടിട്ട് വന്നതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻസ് ഒന്ന് 10 സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. 0.1 മീറ്റർ കൊടുക്കുന്നു. ഇനി ഞാൻ ഇതിലേക്ക് സൂം ചെയ്തതിന് ശേഷം ഒന്ന് സ്കെയിൽ ചെയ്ത് കറക്റ്റ് ചെയ്യണം. എക്സ് ആക്സിസിൽ സ്കെയിൽ ചെയ്യുന്നു, സെഡ് ആക്സിസിൽ സ്കെയിൽ ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം ഒരു സോപ്പിൻ്റെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മോഡിഫയർ യൂസ് ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഒന്ന് സ്കെയിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇതിൻ്റെ മോഡിഫയേഴ്സിൽ വരിക, അതിൽ സെർച്ച് ചെയ്യുക. അതിൽ സബ് ഡിവിഷൻ സർഫസ് എന്നുള്ളതാണ് സെർച്ച് ചെയ്ത് നമ്മൾ എടുക്കേണ്ടത്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ എഡിറ്റ് മോഡിൽ പോകുമ്പോൾ ഇതാണ് ഒറിജിനൽ ഷേപ്പ്. മോഡിഫയർ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഞാൻ അതിൻ്റെ ലെവൽസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ സ്മൂത്ത്നെസ് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഞാനൊരു 5 എടുക്കുന്നു. എന്നിട്ട് നമുക്കിനി മറ്റൊരു ടൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഷേപ്പ് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് Ctrl+R പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ലൂപ്പ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ എനിക്ക് കൂട്ടുകയും കുറയ്ക്കാൻ ചെയ്യാൻ പറ്റും. ഞാനിവിടെ 2 നമ്പർ എടുക്കുന്നു. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇനി ഞാനിതിനെ ഒന്ന് സ്കെയിൽ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. സ്കെയിൽ പ്രസ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാണാൻ പറ്റും. ഞാൻ എക്സ് ആക്സിൽ സ്കെയിൽ ചെയ്യുന്നു. ഇനി ഞാൻ ഫ്രണ്ട് വ്യൂയിലേക്ക് പോകുന്നു. ഇനി വയർ ഫ്രെയിമിൽ പോയതിന് ശേഷം മുകളിലുള്ള വെർട്ടെക്സിൽ സെലക്ട് ചെയ്തിട്ട് അത് മുകളിലേക്ക് പിടിച്ചാക്കുന്നു. ഒന്നുകൂടെ സ്കെയിൽ ചെയ്യാം എക്സ് ആക്സിൽ, എന്നിട്ട് ഒന്ന് മുകളിലേക്കാക്കാം. എന്നിട്ട് ഞാൻ ഒബ്ജക്റ്റ് മോഡിൽ പോകുമ്പോൾ ഈ ഒരു ഷേപ്പ് വന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മുടെ സോപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ മോഡിഫയർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ സോപ്പ് ഒന്ന് എൻഗ്രേവ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് എടുക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ടാബ് പ്രസ് ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ബാക്ക് സ്പേസ് അടിക്കുന്നു. എന്നിട്ട് സോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ ടാബ് പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് മോഡിൽ വരുന്നു. സ്കെയിൽ ചെയ്ത് ചെറുതാക്കുന്നു. എന്നിട്ട് ഇതിനെ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നു. ഞാൻ പൊസിഷൻ സ്കെയിൽ ചെയ്ത് കറക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ടൈപ്പിംഗ് ആണ് പോകുന്നത്. നമുക്കിതൊരു മെഷാക്കി കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് വയർ ഫ്രെയിമിൽ പോയതിനു ശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് കൺവേർട്ട് ടു മെഷ് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു മെഷായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മെഷായിട്ടേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ എഡിറ്റ് മോഡിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. ഒബ്ജക്റ്റ് മോഡിൽ വന്നാൽ സോളിഡ് മോഡിൽ ഇങ്ങനെ ഇരിക്കും. ഫ്രണ്ട് വ്യൂവിൽ പോയി നോക്കുകയാണ്. എന്നിട്ട് ഏകദേശം നമ്മൾ ഇത്രയും താഴത്തേക്കാണ് ഇത് എൻഗ്രേവ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സ്കെയിൽ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സോപ്പ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ആഡ് മോഡിഫയറിൽ വന്നിട്ട് സെർച്ച് ചെയ്തിട്ട് ബൂലിയൻ സെർച്ച് ചെയ്യുക. ഈ ബൂലിയൻ മോഡിഫയർ വന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് പിക്ക് ചെയ്യേണ്ടടുത്ത് ഈ സോപ്പിൻ്റെ ഒബ്ജക്റ്റ് പിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ മോഡിഫയർ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഈ സോപ്പിൻ്റെ ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇവിടെ സോപ്പ് എന്നുള്ളത് ഇവിടെ എൻഗ്രേവ്ഡ് ആയിട്ട് വരുന്നുണ്ട്, കാണാൻ പറ്റും. ഇനി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ മെറ്റീരിയലിൽ അവിടെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കൊടുക്കുക. മെറ്റീരിയൽ പ്രിവ്യൂവിൽ പോയി കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുക.